ഫോണിൽ ചെയ്ത് വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഗൂഗിൾ ജീബോർഡൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. ഉപയോഗിക്കാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇപ്പോൾ തന്നെ ഒരു ഗൂഗിളിൻ്റെ ജീബോർഡ് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് ഗൂഗിൾ ജീബോർഡിൽ ഫോട്ടോകൾ വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനെ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നതായി കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇതെങ്ങനെ യൂട്യൂബിൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ രാജേഷ് കെ കോട്ടയം എന്ന് എൻ്റെ മറ്റൊരു ചാനൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതോടെ രാജേഷ് കോട്ടയം എന്ന ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതിലും ഞാൻ ഒരുപാട് സെറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. കമൻറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴെ ആഡ് കമൻറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ജീബോർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോ ഒന്നുമില്ല. ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ നേരെ താഴെയായി സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ തീം എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഒരുപാട് തീമുകൾ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഏത് തീമുകൾ വേണമെങ്കിലും പല തരത്തിലുള്ള തീമുകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ അതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അത് വേണമെങ്കിൽ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അതോടെ ഞാൻ കൊടുത്ത ഫോട്ടോ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തീരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത ഫോട്ടോ അവിടെ കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കണം. എമ്പടി കൂട്ടി കൊടുത്താൽ നമുക്ക് നമ്മുടെ അക്ഷരങ്ങൾ കാണാൻ സാധിക്കില്ല. അതൊരു മീഡിയം സൈസിൽ വെച്ച് കൊടുക്കുക. മീഡിയം സൈസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെയായി ഡൺ കാണും. ഞാൻ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ കീബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അത് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ മതി. ഞാനിത് ഓഫാക്കുകയാണ്. ആ ഫോട്ടോ വളരെ ക്ലിയറായി അവിടെ കാണാൻ സാധിക്കും. ഓൺ ആയി കിടന്നാൽ ഈ കീബോർഡ് ഓൺ ആയി കിടന്നാൽ അത്ര ക്ലിയറായി കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനത് ഓഫാക്കി കൊടുത്തത്. അതിനുശേഷം അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ വീണ്ടും നമ്മൾ തീമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത പ്ലസ് ഐക്കണ് തൊട്ടടുത്തായി ടിക്ക് മാർക്കോടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഞാൻ തിരിച്ച് വന്ന് കാണിച്ചു തരാം. കമൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത ഫോട്ടോ ഇപ്പോൾ അവിടെ ആഡായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.